ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ പഠിച്ചത് തന്നെ ട്രിവാൻഡ്രത്ത് വള്ളക്കടവ് UP സ്കൂളിലാണ് പഠിച്ചത്. മലയാളം മീഡിയത്തിലാണ്. ഇതുപോലെ ഒരു 80% ആൾക്കാരും ഒരു ആവറേജ് ജീവിത നിലവാരത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പം ഞാനിവിടെ നിന്ന് ഞാൻ ഡിഗ്രിയിൽ ഭയങ്കര റാങ്ക് ഹോൾഡർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയാവുന്ന ആൾക്കാർ ചിരിക്കും. അറൗണ്ട് ഒരു 10 മുതൽ 20 സപ്ലി വരെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന എനിക്ക് ഒരു KS പോലൊരു പരീക്ഷ ക്വാളിഫൈ ചെയ്ത് പാസ്സാവുന്നുണ്ടെങ്കിൽ കിട്ടാതിരിക്കാത്ത എക്സാം ഒന്നുമില്ല. അത്ര വലിയ എക്സാംസ് ഒന്നുമില്ല. ഞാൻ തന്നെ വലിയൊരു എക്സാമ്പിളാണ്. 6th അറ്റംപ്റ്റിൽ ഏജ് ഓവർ ആയി ഒരു ഇഷ്യൂ വന്നു. ഇന്നാകെ ഡെസ്പറേറ്റ് ആയിട്ട് കുറച്ച് നാൾ ഗ്ലൂമിയായി. ഇത് കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. നമ്മൾ ഈ പറയുന്ന ഡിപ്രഷനൊന്നും എത്തിയൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കയറി എനിക്കൊരു മോട്ടിവേഷൻ വന്നു, ഞാൻ IAS കാരനാവാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോയ സിനിമയിൽ നടക്കും. നമ്മൾ കൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. ആ ഡ്രീം ഒരിക്കലും അവസാനിക്കാൻ നമുക്ക് പറ്റില്ല. അത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ KS, നമുക്ക് എല്ലാവർക്കും അറിയാം KSൻ്റെ നോട്ടിഫിക്കേഷൻ 2025 വരാൻ ചാൻസ് ഉണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അപ്പം അത് ആലോചിക്കാൻ നേരത്തെ KSനെ കുറിച്ച് പല തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടാവാം. ഈ ഡൗട്ട്സ് ഒക്കെ നമുക്കൊരു KS ഓഫീസറുമായിട്ട് തന്നെ സംസാരിച്ചാൽ എങ്ങനെയിരിക്കും? സോ ഐ വെൽക്കം സുജീഷ് KS. സർ, ഹൗ ആർ യു? ഫൈൻ. ഓക്കെ. എനിക്ക് സുജീഷ് ചേട്ടനെ കുറച്ച് നാളുകൊണ്ട് വരുന്ന ഈ സാർ വിളി മാറ്റി നമുക്ക് ചേട്ടാന്ന് വിളിച്ചാൽ ഇറ്റ് വിൽ ബി മോർ കംഫർട്ടബിൾ. കുറച്ച് നാച്ചുറൽ ആയിട്ട് തന്നെ സംസാരിക്കാൻ പറ്റും. നല്ലത്. ചേട്ടാ, ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രം ആയിട്ടുള്ള KSൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കാരണം നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമാണല്ലോ ഫസ്റ്റ് KS ബാച്ചിനുണ്ടായിരുന്നത്. അപ്പോൾ ആ KSനെ കുറിച്ചൊന്ന് ചേട്ടന് എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നത്? ഇപ്പം ഈ ഒരു വർഷം 2 വർഷം 1.5 വർഷത്തോളമായി KS ഓഫീസറായിട്ടല്ലേ? വന്നിട്ട് 3 വർഷം. 3 വർഷമായി. പക്ഷെ 1.5 വർഷം ട്രെയിനിങ് കഴിഞ്ഞ് വർഷം ഇപ്പം. അപ്പം അതിനെക്കുറിച്ച് ചേട്ടൻ എന്തൊക്കെയാണ് ലൈക്ക് എന്താണ് KS എന്നൊന്ന് പറയുക, ഇൻ എ വെരി ലേമാൻ പെർസ്പെക്റ്റീവ്? ഓക്കെ. KS എന്ന് പറയുന്നത് പണ്ട് ഡെപ്യൂട്ടി കളക്ടർ തസ്തിക ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി കളക്ടറായിട്ട് നമ്മൾ, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ. പക്ഷെ 4-5 പോസ്റ്റുകളായിരുന്നു ഡെപ്യൂട്ടി കളക്ടറൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിരുന്നത്. സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഡെപ്യൂട്ടി കളക്ടർ തസ്തികയാണ്. ആ ഡെപ്യൂട്ടി കളക്ടർമാരാണ് കൂടുതലും 8 വർഷം കഴിയുമ്പോൾ IAS കാരിലേക്ക്, സ്റ്റേറ്റിന്റെ IAS കാരായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. UPSC കഴിഞ്ഞിട്ടുള്ള ബാലൻസ്. അതിനെ മാറ്റിക്കൊണ്ടാണ് KS കൊണ്ടുവന്നത്. അപ്പൊ KSൽ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും സ്റ്റേറ്റിന്റെ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ ടോപ്പ് ലെവൽ ഡിസിഷൻസ് കംപ്ലീറ്റ് എടുക്കുന്ന IAS കാരായിരിക്കും. പിന്നെ ബാക്കിയെല്ലാം ഉദ്യോഗസ്ഥരും ഉണ്ടാവും. അപ്പോൾ ഒരു മിഡിൽ ലെവലിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ടീം ഓഫ് പേഴ്സൺസ്, അത് ഹൈലി ട്രെയിൻഡ് ആൾക്കാർ. സാധാരണ ഒരു പ്രൊമോഷനായി വരികയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ്, വർക്ക് എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർ ആ പോസ്റ്റിൽ എത്തുന്നത്. മിക്കവാറും അവിടെ എത്തുമ്പോഴേക്കും അവർ റിട്ടയർമെന്റ് ഒരു പീരീഡൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് റീപ്ലേസ് ചെയ്യാൻ എന്നുള്ള ഒരു രീതിയിലാണ് ഒരു മിഡിൽ മാനേജ്മെന്റിൽ ഒരു യങ്സ്റ്റർ ഗ്രൂപ്പിനെ കൊണ്ടുവരിക. അത് ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഇക്വലന്റ് ടു UPSC ആസ്പിരൻസ് അല്ലെങ്കിൽ UPSC ആ ഒരു രീതിയിൽ കൊണ്ടുവന്നാണ് KS എന്ന് പറയുന്നത്. അപ്പോൾ ഈ KS ഇസ് സോ പവർഫുൾ. എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഈവൻ ഡിസിഷൻ മേക്കിങ്ങിന് വരെ നിർണായകമായിട്ടുള്ള റോൾസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത് അത്യാവശ്യം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റുമാണ്. ഇപ്പോൾ യു മൈറ്റ് ബി വർക്കിംഗ് ക്ലോസ്ലി വിത്ത് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ IAS ഓഫീസേഴ്സ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ വർക്കിംഗ് ഡേ ടു ഡേ ലൈക്ക് വർക്ക്? അത് നമ്മുടെ ഓരോ പോസ്റ്റുകളുടെ രീതി അനുസരിച്ച്. ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് IAS അല്ലെങ്കിൽ അതുപോലെ സെൻട്രൽ സിവിൽ സർവീസുകാരുമായിട്ടുള്ള ബന്ധപ്പെട്ടതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ മിനിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സെക്ഷൻ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ജില്ലാതലത്തിലാണെങ്കിൽ ഒരു ജില്ലയുടെ കോർഡിനേഷൻ, അങ്ങനെയായിരിക്കും മിക്കവാറും പോകുന്നത്. എന്തായാലും അതിന്റെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആണിത്. അതിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് IAS ആയിരിക്കും, അല്ലെങ്കിൽ അപ്പൊ ഇതിനെ ഇപ്പൊ നമ്മളൊരു കുറച്ചും കൂടി ലൈറ്റ് ആക്കാനുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് KS കാരിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു പകുതി ഡിസിഷൻ KS കാർക്ക് എടുക്കാം. ഇല്ലെങ്കിൽ മേളിലേക്ക് പോകുന്ന ഡിസിഷനിൽ നമുക്ക് ക്ലിയർ കട്ട് ആയിട്ടുള്ളൊരു സജഷൻസ് കൊടുക്കാൻ സാധിക്കും. ഫയൽസ് പെട്ടെന്ന് നടക്കും. ഇപ്പം കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം കേരളത്തിൽ തന്നെ IAS ആയിട്ട് വരുന്ന ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ 1-2 ആൾക്കാരാണ്. അതിൽ കൂടുതൽ ഒരു വർഷം കിട്ടുന്ന പ്രോബിലിറ്റി ഈസ് വെരി ലെസ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ KS എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കയറുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് യങ്സ്റ്റേഴ്സിന്റെ മുമ്പിൽ. അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഹൈസ്റ്റ് പൊസിഷനിൽ എത്താൻ ചിലപ്പോൾ മേ ബി 1-2 പേരായിരിക്കാം. പക്ഷെ എന്നാലും ഒരു സ്പെഷ്യൽ സെക്രട്ടറി, ഇൻഡിപെൻഡന്റ് സെക്രട്ടറി ചാർജ് വരെയൊക്കെ ഓൾമോസ്റ്റ് ഒരു 70% ആൾക്കാർക്ക് എത്താൻ സാധിക്കേണ്ടതാണ്. ഈ നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം ഉണ്ടല്ലോ, പ്രിപ്പറേഷൻ ടൈം ആവുന്ന നേരത്ത് ചേച്ചി വാസ് വർക്കിംഗ്, ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു കോളേജിൽ ലെക്ചറായിട്ട്.
പിന്നെ മോൻ ചെറിയ 6 വയസ്സായിരുന്നു. അപ്പം ആ സമയത്ത് എന്തായാലും സ്ട്രഗിൾസ് ഉണ്ടാവില്ല. ഇപ്പം പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങൾ നോക്കണം, ജോലി ചെയ്യണം. അപ്പം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേസ് എന്ന് പറഞ്ഞാൽ ഈ സ്വപ്നം, അപ്പം അതും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം ആ സമയത്ത് ലൈക്ക് വാട്ട് ആക്ച്വലി ലൈക്ക് അതൊരു മോട്ടിവേറ്റഡ് സ്റ്റെപ്പ് ആയിരുന്നു, അത് കൺസിസ്റ്റൻസി വെച്ച് പോയ എന്തായിരുന്നു അത്? ഡെഡിക്കേറ്റഡ് ആയിട്ട് വാട്ട് മെയ്ഡ് യു ലൈക്ക് സിറ്റ് ഹിയർ? അതാണ് മൈ ക്വസ്റ്റ്യൻ. അത് എനിക്ക് തോന്നുന്നു ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പോയിരുന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 തൊട്ട് ഞാൻ UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതൊരു റെഗുലർ പാറ്റേണിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന ആളാണ്. എനിക്കൊന്ന് ഒരു 5 അറ്റംപ്റ്റ് ഞാൻ നടത്തിയിരുന്നു. 6th അറ്റംപ്റ്റിൽ ഏജ് ഓവർ ആയി ഒരു ഇഷ്യൂ വന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ആകെ ഡെസ്പറേറ്റ് ആയിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വണ്ടിയൊക്കെ കയറി ആകെ കുറച്ച് നാള് ഗ്ലൂമി ആയി. നമ്മൾ ഈ പറയുന്ന ഡിപ്രഷനൊന്നും എത്തിയൊന്നുമില്ല. വെറുതെ നമുക്ക് വേണമെങ്കിൽ അടിച്ചു വിടാന്നുള്ള അല്ലാതെ കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല. ഒരെണ്ണത്തിൽ കൊണ്ട് നമ്മൾ തീരൊന്നുമില്ല. നമുക്ക് ജോലി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു മോട്ടിവേഷൻ നമുക്ക് അന്നത്തോടൊന്ന് കഴിഞ്ഞു. പിന്നെ ഏകദേശം ഒരു 5-6 മാസത്തോളം നമ്മൾ സാധാരണ ജോലിയായിട്ട് നമ്മൾ അങ്ങ് ഇരുന്നു. ആ സമയത്താണ് സ്റ്റേറ്റിലെ ബെസ്റ്റ് അഗ്രികൾച്ചർ ഓഫീസറിന്റെ അവാർഡൊക്കെ കിട്ടിയത്. നമ്മൾ കുറേ കൂടി അതിലേക്ക് അങ്ങ് ഇൻവോൾവ് ആയി. പക്ഷെ ഇത് കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിചാരിച്ചില്ല. അന്ന് KS കുറിച്ചൊരു പൊടി പോലും നമ്മൾ കേൾക്കുന്നില്ലായിരുന്നു. അതിനുശേഷമാണ് 2019 നമ്മൾ ആ ഒരു പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ, അത് ഇറങ്ങി ഒരു 5-6 മാസം കൊണ്ട് പെട്ടെന്ന് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടപ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നൊരു, അത് മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. ആ ഡ്രീം ഒരിക്കലും അവസാനിക്കാൻ നമുക്ക് പറ്റില്ല. അതിനുള്ള സ്കോപ്പ് ഇടയ്ക്ക് ലെസ്സായിരുന്നു. പിന്നെ വീണ്ടും വന്നപ്പോൾ വീണ്ടും ആ കൺസിസ്റ്റൻസി നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. ഒരു ഒറ്റയടിക്ക് ഒരു മോട്ടിവേഷനിൽ കിട്ടുന്നതല്ല ഒരിക്കലും. റിയാലിറ്റി നമ്മൾ പറയണല്ലോ. ഞാനിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കയറി എനിക്കൊരു മോട്ടിവേഷൻ വന്ന് ഞാൻ IAS കാരനാവാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോയ സിനിമയിൽ നടക്കും. പക്ഷെ ഒരു പീരീഡ് ഓഫ് ഒരു ജേണി ഉണ്ടായില്ല. നമ്മളൊരു ടൈം ലൈനിൽ നമ്മൾ ഇന്ന പഠിച്ചിരിക്കണം, നമ്മൾ ഇന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതങ്ങനെ ഒരു സീരീസ് ഓഫ് അതിൽ പോകുന്നതാണ് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, അതായിരുന്നു. സുപ്രഭാതത്തിൽ നമ്മൾ നോക്കിയിട്ടില്ല അങ്ങനെ. എനിക്ക് തോന്നുന്നു ചേട്ടൻ കേസിന് എന്നുവെച്ചാൽ അന്നത്തെ സമയത്ത് ഒരു കൊറോണയൊക്കെ വരുന്ന ഒരു സമയമായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ്ലി ഒരു ഓൺലൈൻ മോഡ് ഓഫ് ക്ലാസ്സസ് ആയിരുന്നു. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഫോണിൽ കൂടെ ഒക്കെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ആദ്യമായിട്ട് കാണുന്ന മറ്റേ ഇന്റർവ്യൂ സമയത്താണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഐ വാസ് സോ ക്യൂരിയസ്. കാരണം നമ്മൾ KS മെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഫീൽഡിലേ ഇല്ല. വെൻ കംസ് ടു ലൈക്ക് ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ എടുത്താൽ തന്നെ ആ സമയത്തൊരു ഹൺഡ്രഡ്സ് ഓഫ് KS ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതിനകത്തൊരു 15 KS ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള UPSC ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് യു ഹാവ് ലൈക്ക് ഭയങ്കര ട്രസ്റ്റ് വർത്തി ആണ് KS മെൻറ്റർ. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? വാട്ട് മെയ്ഡ് യു തിങ്ക് ലൈക്ക് ദാറ്റ്? എനിക്ക് തോന്നുന്നു ഞാൻ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ഞാൻ കാണുന്നത്. ഓൺലൈൻ അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം വാങ്ങിച്ചത് KS മെൻറ്ററിൻ്റെ മെറ്റീരിയലായിരുന്നു. മെറ്റീരിയൽ വായിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും അതൊരു ക്രിസ്പാണ് എന്നുള്ളൊരു, നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ വെറുതെ പ്രിപ്പയർ ചെയ്തൊരു മെറ്റീരിയൽ അല്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. ആ മെറ്റീരിയൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, അതിനുശേഷം ഞാൻ കിരണിനോട് പറഞ്ഞത്, നിങ്ങൾ എടുക്കുന്ന എഫർട്ട് അതിനുള്ളിൽ കാണാം നമുക്ക്. ഒരു നാളെ ഞാനൊരു ബുക്ക് എഴുതുകയാണെങ്കിൽ ഞാനും ഇതേ രീതിയിൽ പാറ്റേൺ ഫോളോ ചെയ്യാനായിരിക്കും ഞാൻ നോക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റ ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. KS മെൻറ്ററിന്റെ തന്നെയായിരുന്നു അത്. വേറെ ഇന്റർവ്യൂ ഞാൻ പോയിട്ടില്ല. കാര്യം അതിലെനിക്ക് നല്ലൊരു ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നുണ്ട്, ഒറ്റ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൽ എൻ്റെ അടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ ഇന്റർവ്യൂവിന്റെ ചെയർമാൻ പറഞ്ഞു, നീ കയറിക്കോ, നിനക്ക് കിട്ടും. പിന്നെ ഞാൻ പോയിട്ടില്ല. കാര്യം പിന്നെ പേടിയാവും. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പോയത്. വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും എനിക്കൊരു ഇഷ്ടമുള്ളത്. ഒരുപാട് അടുത്ത് പോകുമ്പോൾ എനിക്ക് വേറെ ഇഷ്ടങ്ങൾ തുടങ്ങും. അതെ, അല്ല എനിക്ക് തോന്നുന്നു ദർ വാസ് ടൈം, നമ്മുടെയും ഭയങ്കര ഡിഫിക്കൽട്ട് ടൈം പൊയ്ക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ കേസ് കിട്ടിയിട്ടുള്ള പല ആൾക്കാരും, പക്ഷെ അതിനകത്ത് ഫസ്റ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ചേട്ടൻ. ഇതേപോലെ കേസ് ഇത് നിങ്ങൾക്കൊരു സ്റ്റാർട്ടാവും, നിങ്ങൾ ഇതിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വെക്കും എന്നൊക്കെ. ലൈക്ക് ഒരുപാട് ട്രസ്റ്റ് എനിക്ക് തോന്നുന്നു. ഈവൻ വി വെയർ ലൈക്ക് ക്ലൂലെസ്, ഇത് എങ്ങോട്ടാണ് പോകുന്നത്, കാരണം നമുക്ക് റിസൾട്ട് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അത് ചെയ്യാൻ നേരത്ത് യു ആക്ച്വലി ഇൻസ്പയർഡ് മീ എ ലോട്ട്. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ നല്ലതാണെന്ന് പറയാൻ നേരത്താണ് ലൈക്ക് പൈസ വന്നാലും അതിൻ്റെ ചിലവ് ഒരു 10 ഇരട്ടി ചിലവ് ഉണ്ടാവും. പീപ്പിൾ ഡസൻറ്റ് നോ ലൈക്ക് എന്താണ് ആക്ച്വലി വരുന്നതെന്നുള്ളത്. അപ്പം ഇതൊരു വയബിൾ ബിസിനസ് ആണോ, കാരണം ബിസിനസ് ചെയ്തിട്ടുള്ള പരിചയങ്ങളൊന്നും ഇല്ല. പക്ഷേ സം വേർഡ്സ് ആക്ച്വലി മോട്ടിവേറ്റഡ് മീ ആസ് വെൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ചോദ്യം ചെയ്തത്. നമ്മളും ഈ പാതയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു.
UPSC പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും എല്ലാവരും പറയും എന്തിനാണ് ഇതൊരു ജോലിയില്ലേ, എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ ഇതിൽ നമ്മൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുമുണ്ട്. അപ്പം അതിലൊരാളാവാനാണ് എനിക്കിഷ്ടം. കാര്യം നമ്മൾ ശരിക്ക് നല്ലതാണ് എന്ന് നമുക്ക് സ്വയം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി ചിലപ്പോൾ കേസിലുള്ള എല്ലാവരും അത് പറയണമെന്നില്ല. കാര്യം 100 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലതും പല രീതികളായിരിക്കാം. എനിക്ക് സർവീസ് കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ഞാൻ പഠിച്ചു വന്ന ഒരു പാറ്റേണിൽ കിട്ടിയിട്ടില്ല. എനിക്ക് ആ ഒരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്ത ആ പാറ്റേണിൽ നിങ്ങളുടെ മെറ്റീരിയലും പഠിപ്പിക്കലും അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ പോലൊരാൾക്ക് അതായത് ഞാനൊരു നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഗവൺമെന്റ് സ്കൂളില് ഞാൻ പഠിച്ചത് തന്നെ ട്രിവാൻഡ്രത്ത് വള്ളക്കടവ് UP സ്കൂളിലാണ് പഠിച്ചത്. മലയാളം മീഡിയത്തിലാണ്. ഭയങ്കര വലിയ ഹൈ ക്വാളിഫിക്കേഷൻ ഒന്നുമല്ല, സാധാരണ രീതിയിൽ. എനിക്ക് തോന്നുന്നു ഡിഗ്രിയിൽ ഇപ്പം ഞാനിവിടെ നിന്ന് ഞാൻ ഡിഗ്രിയിൽ ഭയങ്കര റാങ്ക് ഹോൾഡർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയാവുന്ന ആൾക്കാർ ചിരിക്കും. അറൗണ്ട് ഒരു 10 മുതൽ 20 സപ്ലി വരെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന എനിക്ക് ഒരു KS പോലൊരു പരീക്ഷ ക്വാളിഫൈ ചെയ്ത് പാസ്സാവുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 80% ആൾക്കാരും ഇത് തന്നെയാണ്. ഒരു ആവറേജ് ജീവിത നിലവാരത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ തന്നെയാണ്. ഞാൻ ഫോളോ ചെയ്ത ഈ പാറ്റേൺ നിങ്ങളുടെ പാറ്റേണോട്ട് സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ നിർത്തി പോരുതെന്ന് പറഞ്ഞത്. കാര്യം നമുക്ക് ഒരുപാട് ഹൈഫൈ ക്ലാസ്സുകളല്ല, നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയലിൽ നമ്മുടെ ട്രസ്റ്റ് കൊടുക്കണം. വായിക്കുന്നവന് ഇത് കറക്റ്റ് ആണ് എന്നുള്ളതാണ്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് അതിൽ തോന്നിയിട്ടില്ലായിരുന്നു. ഞാൻ മെറ്റീരിയലിൽ എനിക്ക് തോന്നുന്നു ഞാൻ അതിനുശേഷം സർവീസ് കിട്ടിയതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ സജസ്റ്റ് ചെയ്തു. ഞാൻ ഇവിടുന്ന് ബുക്ക് ചെയ്യാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് കൊടുത്തത്. ഓക്കെ, എനിക്കൊന്ന് അന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ ചേട്ടൻ ഇവിടെ വരുന്നതും ഇപ്പോഴല്ല, അതിനുശേഷം ഒരു വർഷം വന്നിട്ട് അങ്ങ് പോയി. അതെ അതെ. ഇപ്പം ലൈക്ക് ഹൗ ഡു യു ഫീൽ, ലൈക്ക് നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വല്ല ഒരു വാക്ക് എനി എക്സാം വന്നിട്ടില്ല. അടുത്തൊരു കമ്മിങ് എക്സാം ഉണ്ട്. ഞാൻ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റുഡൻസിന് എപ്പോഴും എന്താ പറയാ, നമ്മളെല്ലാം പോകുന്ന ഒരു ഇരുട്ടിലേക്കാ. സ്റ്റുഡൻസ് എല്ലാം ഒരു ഇരുട്ട് വരികയാണ്. അപ്പൊ ആ ടോർച്ച് കൊടുക്കുന്നതായിരിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അത് നമ്മൾ ക്ലിയർ ദിശയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുള്ളൂ. അന്ന് നിങ്ങളൊക്കെ KS മെന്ററിൽ പഠിക്കാൻ വന്നിരുന്ന സമയത്തായിരുന്നെങ്കിൽ കൂടിയും നേരത്തെ പറഞ്ഞല്ലോ ചേട്ടൻ നമ്മളെ വിശ്വസിച്ച് വന്നായിരുന്നല്ലോ. അപ്പോൾ അന്നും നമ്മളൊരു പ്രോസസ്സായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് കുറച്ച് മാനുവൽ പ്രോസസ്സായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ വി ആർ യൂസിങ് ടെക്നോളജി ടു. അപ്പോൾ അതിനെക്കുറിച്ച് വാട്ട് യു ആക്ച്വലി ഫീൽ അബൌട്ട് ഇറ്റ്? അത് കണ്ടിട്ട് ആർ വി ഓൺ ദ റൈറ്റ്? കാരണം കുറേ എക്സാംസ് എഴുതിയിട്ടുണ്ട്. PSC ആണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ തന്നെ 2 എക്സാംസ് ക്ലിയർ ചെയ്തൊരാൾ, അത് കഴിഞ്ഞിപ്പം KS പോലത്തെ ഒരു വലിയൊരു എക്സാം PSC നടത്തുന്ന ഏറ്റവും വലിയൊരു എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള ഒരാൾ. അപ്പം അങ്ങനെ വരാൻ നേരത്ത് ദ പ്രോസസ് അത് എക്സാക്ട്ലി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ഡു യു ഫീൽ? അത് വിൽ ഇറ്റ് ലൈക്ക്? അല്ല, ഞാനത് അതിൻ്റെ പ്രോസസ്സ് നോക്കുകയായിരുന്നു. ആ പ്രോസസ്സ് നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു UPSC ആസ്പിരൻറ്റോ, ഞാനതുകൊണ്ട് നേരത്തെ പറഞ്ഞു ഈ ഒരു എക്സാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു അറിയാൻ പറ്റുള്ളൂ. കാര്യം ഒരു UPSC ആസ്പിരൻറ്റ് നോർമലി നമ്മളൊരു കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പോൾ ആദ്യം പറയുന്നതാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഒരു 10 ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണം, അതിനെ അനലൈസ് ചെയ്യണം, അതിൽ ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു ഇത് തന്നെയാണ് നമ്മൾ ML കൊടുത്തേക്കുന്നത്, മെഷീൻ ലേണിംഗിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരാള് ഇപ്പം ഞാനിപ്പോൾ ഒരു എന്താ പറയുക KSന്റെ ഒരു കോച്ചിങ്ങിന് വരുമ്പോൾ ഈ ഒരു പ്രോസസ്സ് എനിക്കൊരു 1 month സമയം എടുക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വായിച്ച് ഇതിനെ അനലൈസ് ചെയ്ത് വരുന്നത്. ഇത് നിങ്ങൾ മെഷീൻ ലേണിങ്ങിലൂടെ ഫ്രീ ആക്കുമ്പോൾ ഒരാൾക്ക് ഇത്ര എഫർട്ട് എടുക്കേണ്ടി വരുന്നില്ല. ഒരാൾക്ക് ആളുടെ ഒരു 1 month സേവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് മനസ്സിലായ ഒരു പേഴ്സണലി തോന്നിയൊരു കാര്യം അതാണ്. ഞാൻ മുന്നേ ഇത് ഒരു 1.5 മാസം നമ്മളിങ്ങനെ നോക്കുമായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടാൻ, അതിൽ അനലൈസ് ചെയ്യാൻ, അതിൽ ഏത് ടോപ്പിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, അപ്പൊ ഞാൻ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, പിന്നെ എനിക്ക് എൻ്റെ വീക്ക് പോയിന്റ് എവിടെയാണ്, ഇത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ആ വീക്ക് പോയിന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത്തരം കാര്യങ്ങൾ ഞാൻ നോർമലി പഠിച്ചാണ് ഈ സാധനം വരുത്തുന്നത്. അതിന് പകരം മെഷീൻ ലേണിംഗിൽ നിങ്ങൾ ഇത് ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ മേ ബി എൻ്റെ എഫർട്ട് പഠിക്കുന്നതിൽ മാത്രമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസിന് അത് ഗുണം ചെയ്യണം എന്നുള്ളതാണ്. ഞാനത് കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായത് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതിലെനിക്ക് തോന്നുന്നു മെഷീൻ ലേണിംഗ് വേറെ ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല, മെഷീൻ തന്നെ ഇങ്ങോട്ട് തന്നോളൂ. അപ്പൊ അതിൽ വേറെ നമുക്കൊരു ഇന്റർപ്രിട്ടേഷനോ അല്ലെങ്കിൽ വേറെ ഒരു ഇൻട്രപ്ഷൻ വരുത്താനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്കൗട്ട് ആവേണ്ടതാണ്. കേസിൽ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ നിന്ന് തന്നെ ഇപ്പം വന്ദന, മീനാക്ഷി, ഗൗതം, അപ്പം ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ കേസിൻ്റെ ഒരു
ഐ മീൻ കരിയർ ഗ്രോത്ത്. ഈ അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ രീതിയിലായിരിക്കുമല്ലോ കരിയർ. കാരണം റിട്ടയർമെന്റിന് ടൈം ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു 20 വർഷമായിരിക്കാം, ചില ആൾക്കാർക്ക് ഫുൾ 30-35 വർഷം ഉണ്ടാവാം. അപ്പോൾ ഒരു ഏർലി ഇപ്പൊ മിഡ് 20s ഞാൻ പറയുന്നത്. ഇപ്പൊ മന്ദന ആണെങ്കിലും വന്ദന, അഖില, മീനാക്ഷി, അപ്പൊ ബിബിന്, ഇവ ഗൗതം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു മിഡ് 20s കയറിയ ആൾക്കാരാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവരുടെയൊക്കെ ഒരു കരിയർ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് KS-ല്? KS-ല് സാധാരണ ഇപ്പൊ നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ജൂനിയർ ടൈം സ്കെയിലാണെങ്കിലും അതിന്റെ ഒരു 8 ഇയർ കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത്. പിന്നെ 8-6 എന്നുള്ള ഒരു റേഞ്ചിലാണ്. 8-6 എന്ന് പറഞ്ഞാൽ 8 ഇയർ കൺഫേർഡ് അല്ല, സീനിയർ ടൈം സ്കെയിലിൽ പോവാന്ന് പറയും. സീനിയർ ടൈം സ്കെയിലേക്ക് പോകുമ്പോൾ 10-20% ബേസ്ഡ് ഓൺ ആ ഒരു അവൈലബിലിറ്റി ഓഫ് സീറ്റ് സ്റ്റേറ്റ് സിവിൽ സർവീസിന്റെ കോട്ട പ്രകാരം ചിലപ്പോൾ ഒരു 30 സീറ്റ് ആണെങ്കിൽ ആദ്യത്തെ 30 പേര് കൺഫർ ചെയ്യപ്പെടും, IAS-ലേക്ക് കൺഫർ ചെയ്യപ്പെടും. അല്ലാതെ വരുന്ന ബാക്കിയുള്ളവർ സീനിയർ ടൈം സ്കെയിലിലേക്ക് പോകും. സീനിയർ ടൈം സ്കെയിലിൽ നമ്മളിപ്പോൾ ജൂനിയർ ടൈം സ്കെയിലിൽ തന്നെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലെ നെക്സ്റ്റ് പോസ്റ്റ് ആയിരിക്കും സീനിയർ ടൈം സ്കെയിലിൽ വരുന്നത്. ഇപ്പോൾ ഞാൻ ഡെപ്യൂട്ടി കമ്മീഷണർ ആണെങ്കിൽ അടുത്ത ജോയിന്റ് കമ്മീഷണർ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ കൺഫർ ചെയ്യപ്പെടാത്തവര് സീനിയർ ടൈം സ്കെയിൽ അടുത്ത പോസ്റ്റിലോട്ട് സെയിം ഗ്രേഡിൽ തന്നെ കയറും അല്ലേ? ഒരു ഏർലി 20s ഒരു വ്യക്തിക്ക് KS കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഏത് വരെ ആയിരിക്കും ഇപ്പം നമ്മൾ കാണുന്ന കരിയർ പാത്ത്? ഏത് പോസ്റ്റിലായിരിക്കും എത്താൻ ചാൻസ് ഉള്ളത്? അത് അവര് റാങ്ക് ലിസ്റ്റിൽ അവരുടെ ഒരു പൊസിഷനും കൂടി പോലെ ഇരിക്കും. അവരുടെ പൊസിഷൻ അറൗണ്ട് ഒരു 20ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അവര് മേ ബി ഒരു 8 to 9 ഇയറിനുള്ളിൽ കൺഫർ ചെയ്യപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ മേ ബി ചാൻസ് ഫോർ അഡീഷണൽ ചീഫ് സെക്രട്ടറി വരെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെന്നെങ്കിൽ മെയിൻസിലാണ് പല സ്റ്റുഡൻസും ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് കഷ്ടപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ മെയിൻസ് പ്രോസസ്സ് അറിയായിരുന്നല്ലോ. ക്വസ്റ്റ്യൻസ് വരുന്നു, അത് കൃത്യമായിട്ട് 24 മണിക്കൂറിൽ എഴുതി അയക്കാൻ അവർ കൃത്യം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പല രീതിയിലും അവർ പറയായിരുന്നു ഇത്രയും ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിനകത്ത് എനിക്ക് ഒരുപാട് സാധനങ്ങൾ എഴുതാം, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ചെറിയ സൈഡിൽ എങ്ങനെ എഴുതും, അപ്പോൾ ഇത് എഴുതാതെ എങ്ങനെ? അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇത് നമ്മൾ അന്നത്തെ സമയത്ത് ഡെയിലി എൻകൗണ്ടർ ചെയ്തിരുന്ന ചലഞ്ചസ് ആണ്. പല ടൈപ്പിലുള്ള ആൾക്കാരെ വിളിച്ച് നമുക്ക് കാരണം ഇങ്ങനത്തെ ഒരു മോഡൽ എക്സാംസ് ഇവിടെ നടന്നിട്ടില്ല. അപ്പം ഒരു സമയത്ത് സ്റ്റുഡൻസ് വിളിച്ചിട്ട് പറയും ഇത്ര സ്പേസ് പോരാ, നിങ്ങൾ ആ സ്പേസ് കൂട്ടിയേ പറ്റൂ. ഈ എക്സാം നടന്നതിന് ശേഷമാണ് അങ്ങനത്തെ ഒരു സംഭവം വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി കുറേ ആൾക്കാർ കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ സ്ട്രീം 2-ലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പ്രത്യേകിച്ച്, കാരണം അവർ ഒരുപാട് നാൾക്ക് ശേഷമല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ആ സൈഡിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ചേട്ടൻ ഈ UPSC പ്രോപ്പർലി പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ എഡ്ജ്. അല്ലെങ്കിൽ അതല്ല, ഞാൻ അതിൽ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിംഗ് സ്കിൽസ് അത്ര സ്ട്രോങ് ആണെങ്കിൽ മാത്രം എന്നാണ് കാര്യം. എനിക്ക് തോന്നുന്നു ഞാൻ എഴുതുന്ന essay കോമ്പറ്റീഷൻസ്, നമ്മുടെ നാട്ടിൽ തന്നെ എഴുതുന്ന essay കോമ്പറ്റീഷൻസിൽ വിന്നറാണ്. പക്ഷേ ഞാൻ മെയിൻസിന്റെ മോക്ക് എടുത്തിട്ടുണ്ട്. കാര്യം എനിക്ക് എന്റെ റൈറ്റിംഗ് സ്കില്ലിൽ എനിക്ക് അത്ര ഓവർ കോൺഫിഡൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ മോക്ക് എടുക്കും. കാര്യം അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ എടുക്കണ്ട എന്നാ ഞാൻ പറഞ്ഞത്. അതായത് അത് എല്ലാവരുടെയും ലെവലാണ്. ഇപ്പൊ എനിക്ക് കാര്യം എങ്ങനെ പോയാലും ഒരു 120 വേർഡ്സിൽ എഴുതുന്ന essayക്ക് ആയിരിക്കും നമ്മൾ മിക്കവാറും പോകുന്നത്. അത് മിക്കവാറും ക്രിസ്പ് ആക്കാൻ പറയുമ്പോൾ ഒന്ന് പതറും. അത് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ആ എക്സാം അറ്റ്മോസ്ഫിയർ നമുക്ക് എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മോക്ക് നമ്മൾ എല്ലാവരോടും ചെയ്യാൻ പറയുന്നത്. പിന്നെ ചിലവർ വന്ന് പറയുന്നത് മോക്ക് എന്തിനാന്ന് ചോദിക്കും. അങ്ങനെയുള്ള നിങ്ങൾക്ക് അത്ര സ്കിൽ ഉണ്ടെങ്കിൽ വിട്ടേരെ, അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലവരിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പഠിച്ച രീതിയിൽ എല്ലാം എല്ലാവരും പഠിക്കണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മോക്കിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകളുണ്ട്. അത് പലപ്പോഴും നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അറിയാം. ഇപ്പം എനിക്ക് തോന്നുന്നൊരു എക്സാം ഹാളിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ 2019 കോൾ ഫോർ ചെയ്ത് 20 നടന്നൊരു എക്സാമാണ്. അന്ന് ഈ പറഞ്ഞ പോലെ ചെയ്യാതിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് പിന്നെ ഒരു ഓപ്ഷൻ കിട്ടിയത് ഇനി വരാൻ പോകുന്ന 25-ലാണ്. അപ്പോൾ നമ്മൾ പണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരിക്കലേ മുട്ടുള്ളോ. അപ്പൊ അത് ഒരുപാട് പേര് തുറക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മളത് നമുക്ക് ചെയ്യേണ്ട ഒരു രീതി, അതിനിപ്പോ മോക്കായാലും ശരി ഏത് വഴിയാണെങ്കിലും ശരി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു സാധനമുള്ള അതിൻ്റെ ഉള്ളിൽ സ്ഥിരമായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ വഴികളും നോക്കുക. MCQ ചെയ്യുന്നതായാലും ശരി, ഒറ്റ വഴിയും നമുക്കൊരു കാര്യമില്ല. കാര്യം ആ എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴാണ് എല്ലാവരും നമ്മൾ മേളിലിരുന്ന് വിളിക്കുക. ചിലപ്പോൾ ചിലർക്ക് അത് ഗുണം ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു മെത്തേഡായിരിക്കും നമ്മുടെ മുമ്പിൽ വരും. ചിലപ്പോൾ അത് MCQ സോൾവ് ചെയ്തതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വായിച്ച പത്രങ്ങളായിരിക്കാം, വായിച്ച ബുക്കുകളായിരിക്കാം.
ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്ന കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിന്റെ ഇടയിൽ ഒരു മെന്റർ തമാശക്ക് പറഞ്ഞൊരു കാര്യം വരെ ചിലപ്പോൾ എക്സാമിന് കയറി വരും. അപ്പൊ അതുവരെ നമ്മളെ രക്ഷപ്പെടുത്തും. അപ്പോൾ ഒന്നും നമുക്കിതിൽ കളയാനില്ല. കിട്ടുന്നൊരു 3-4 മാസമാണെന്നുണ്ടെങ്കിൽ എല്ലാ വഴികളിലൂടെയും പ്രിപ്പയർ ചെയ്യുക. കിട്ടാതിരിക്കാത്ത എക്സാം ഒന്നുമില്ല, അത്ര വലിയ എക്സാംസ് ഒന്നുമില്ല. ഞാൻ തന്നെ വലിയൊരു എക്സാമ്പിളാണ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ ലൈക്ക് ഈ വാല്യുബിൾ ടൈമിൽ നമ്മുടെ അടുത്ത് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാനും ഇനി വരാൻ പോകുന്ന ആസ്പിറൻസ്, അതായത് പുതിയതായിട്ട് വരുന്ന സ്ട്രീം 1 ആണെങ്കിലും സ്ട്രീം 2 ആണെങ്കിലും സ്ട്രീം 3 ആണെങ്കിലും അവർ ഇത്രയും മോട്ടിവേറ്റ് ചെയ്തതിനും ലൈക്ക് ഫ്രം കേസ്മെൻ്റ് ഡ്രീം വെരി താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇതിലെല്ലാവരും വരണം. അതാണ് നമ്മളൊരു ഫസ്റ്റ് ബാച്ച് ആണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഒരുപാട് ബാച്ചുകൾ വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇതന്നെ സ്റ്റേറ്റിന് വേണ്ട സ്ട്രെങ്ത്തും. അതെ, ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. എന്തായാലും താങ്ക് യു.